ഈ തിരുവനന്തപുരം നഗരിയിൽ കേരളത്തിന്റെ ചരിത്ര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയാണ് ശ്രീ KC വേണുഗോപാൽ. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചരിത്ര സമരങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് ആവേശം പകരുന്ന ശ്രീ KC ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മുമ്പ് നിങ്ങൾ ആ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ പിന്നിൽ നിൽക്കുന്നവർ നിങ്ങൾ ദയവായി അവർക്ക് ശല്യം ചെയ്യരുത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും നിങ്ങൾ അതിനെ പിന്നിലേക്ക് കടന്നു പോകണം. ഈ വാഹനം അല്പത്തിന് മുമ്പോട്ട് പോകണം. മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ മുഴുവൻ നേതാക്കന്മാരും അതിന് ബാനറിന് പിന്നിലേക്ക് കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത KC വേണുഗോപാൽ ഈ രണ്ടാം നിങ്ങൾ ദയവായി ശ്രീ KCയും അതുപോലെ തന്നെ നമ്മുടെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കന്മാർക്ക് പിന്നിലേക്ക് ആ തന്തം തിരക്കിയിരിക്കുന്ന പ്രവർത്തകരാണ്. അവർക്ക് ഇരുവശവും പിന്നിലേക്കാണ് നിൽക്കുന്നത്. ബാക്കി മുഴുവൻ പ്രവർത്തകരും നിങ്ങൾ ആരും കാണികളായി ഇവിടെ നിൽക്കുന്നത് ഇവര് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ രാജ്യത്തിന്റെ നയിക്കുന്ന ശ്രീ KC നമുക്ക് ഇതിനു മുന്നിൽ ഇതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് കേരളത്തിലെ ഐതിഹാസികമായ സമര ചരിത്രമായി ഇത് രേഖപ്പെടുത്തുകയാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലെ അഗ്നിജ്വാലയായി KC വേണുഗോപാൽ കൊളുത്തിക്കൊണ്ട് ദീപമേന്തിക്കൊണ്ടുള്ള ഈ ചരിത്രപരമായ നൈറ്റ് മാർച്ച് ചരിത്രപരമായ ഇന്ത്യ ഏറ്റവും സമരോതിഹാസ ചരിത്രം ലഭിച്ച KC വേണുഗോപാൽ ഇതിന്റെ മുൻനിരയിൽ നമ്മെ നയിക്കാൻ, കേരളത്തിന് ആവേശം പകരാൻ, ഇന്ത്യക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കേരളത്തിലെ സമര പോരാട്ടങ്ങളുടെ Back it.
രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ രാജ്യവ്യാപകമായി പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന വിട്ടുവീഴ്ചയില്ലാതെ നന്ദാവനം പോലീസ് ക്യാമ്പില് പോലീസിന്റെ നയനായക്കണമെന്നും മുത്തമടക്കത്തെ നേതൃത്വം കൊടുക്കുന്ന ഫ്രീഡം നൈറ്റ് മാർച്ച് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുവാൻ ഫ്രീഡം നൈറ്റ് മാർച്ച് ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി രാജ്യവ്യാപകമായി പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമരവേദികളിൽ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന അനന്തപുരിയിലെ നന്ദാവനം പോലീസ് ക്യാമ്പിന്റെ പോലീസ് ശരണാലയത്തിൽ നിന്നും വിട്ടുമടക്കാത്ത KC വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഫ്രീഡം നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. അനൗൺസ്മെന്റുകളാണ് നടത്തുന്നത്. പ്ലീസ് ഫ്രീഡം നൈറ്റ് മാർച്ച് വോട്ട് കൊള്ളയ്ക്കെതിരായി രാജ്യവ്യാപകമായി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫ്രീഡം നൈറ്റ് മാർച്ച് പിന്നെ തുടങ്ങും നിർത്തും പറഞ്ഞല്ലോ ഇവരെന്താ ഞാൻ കട്ട് ചെയ്തു കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ഫ്രീഡം
കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന രാജ്യവ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഇതായി അനന്തപുരിയുടെ രാജവീഥിയിലൂടെ 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ ഫ്രീഡം നൈറ്റ് മാർച്ച് ഫ്രീഡം നൈറ്റ് മാർച്ച് ഇതാ കടന്നു വരുന്നു. വോട്ട് കൊള്ളയ്ക്കെതിരായി രാജ്യവ്യാപകമായി കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫ്രീഡം നൈറ്റ് മാർച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചന്ദ്രരാജുപോലെയുള്ള പ്രിയങ്കരായ ജനറൽ സെക്രട്ടറി രാജ്യവ്യാപകമായി വോട്ടുകൊള്ളയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ KC വേണുഗോപാലിന്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീമതി പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കടമ്പടികളെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഭാഷണ ഭരണകൂടത്തിന് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല.
ചേട്ടാ മൊബൈൽ ചേട്ടാ ഒന്ന് സൈഡ് ഇതാ ചേട്ടാ. ഒരാൾ കയറണല്ലാണ് എല്ലാ വിഷയമാണ്. ചേട്ടാ ചേട്ടാ ബാക്ക് വാ ചേട്ടാ. ചേട്ടാ കുറച്ചൊരു സൈഡിലോട്ടോ. സൈഡിലോട്ടോ കിട്ടോ കണ്ടോ. സൈഡ് 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 എപ്പോഴും എപ്പോഴും ചേട്ടാ മൊബൈൽ മാറ് കേട്ടോ. മൊബൈലെ കണ്ട് ഫ്രണ്ടിൽ ചേട്ടാ മൊബൈൽ സൈഡ് വാ ചേട്ടാ. ചേട്ടാ 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 ഒന്ന് സൈഡ് ഇതാ ചേട്ടാ. ആ മൊബൈൽ നമ്മുടെ ബാക്കിലോട്ടാ ഫ്രണ്ട് കയറി. പണ്ഡിറ്റ്
രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വം വയ്ക്കുന്ന അതിവ്യക്തമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് കടന്നു വരികയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ രണ്ട് വശങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന് ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ധീരനായ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരും മുൻ KPCC പ്രസിഡന്റുമാരും നേതൃത്വം നൽകിയ നൈറ്റ് മാർച്ചാണ് ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ശക്തിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകരെ വിശേഷിക്കുന്നവരെ ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭണം ആരംഭിച്ചിരിക്കുന്നു. അധ്യക്ഷനായി മാർച്ചിന് ശേഷമുള്ള സുഹാസിനി സുമധുര ഭാഷിണി സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം ജോഷ പുളഹിതയാമിനി കുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സ്വാഗതം ആശംസിക്കുന്നത് DCC ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ N. ശക്തൻ അവർ,
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യനും ആരാധ്യനുമായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവർകൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാജ്യവ്യാപകമായി വോട്ട് കൊള്ളയ്ക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഐതിഹാസികമായ സമരത്തിന് ആ വോട്ട് കൊള്ളയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിന് ഇന്ന് നടന്ന ഫ്രീഡം ലൈറ്റ് മാർച്ചിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മന്ത്രി എന്ന നിലയിൽ, അതുപോലെ തന്നെ സ്പീക്കർ എന്ന നിലയിൽ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ വ്യക്തിമുദ്ര നമ്മുടെ ജില്ലയിൽ പതിപ്പിച്ച പ്രിയങ്കരനായ ശ്രീ N ശക്തൻ അവറുകളെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ഔപചാരികമായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനും പ്രിയങ്കരനുമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവർകളാണ്. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം, KC വേണുഗോപാൽ MP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ രാഹുൽ ഗാന്ധിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ MP, ഓരോ മലയാളിക്കും ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനമായി മാറിയ ശ്രീ KC വേണുഗോപാൽ MPയെ ഈ സമ്മേളനം XMPയെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDFന്റെ കൺവീനറും അതുപോലെ മുൻ KPCC അധ്യക്ഷനുമായിരുന്ന ശ്രീ MM ഹസൻ അവരുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ VS ശിവകുമാർ MPയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയുടെ പ്രിയങ്കരനായ സംസ്ഥാന ശ്രീ M ലിജുവിനെ ഈ സമ്മേളനത്തിലേക്ക് പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ബാബു അംഗമായിട്ടുള്ള മണക്കാട് സുരേഷ്, വർക്കല കഹാർ XMLA, UDFന്റെ കൺവീനർ ശ്രീ PK വേണുഗോപാൽ, വേദിക്ക് മുന്നിലുള്ള മുൻ MLA ശ്രീ MA വാഹിദ് തുടങ്ങി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് മോർച്ച സംഘടനകളിലെ മുഴുവൻ നേതാക്കന്മാരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ബഹുമാനിയെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽജിയെയും അതുപോലെ നമ്മുടെ അഭിമാനമായ ശ്രീ തുടങ്ങി 300ഓളം MPമാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന രണ്ടാമത്തെ പ്രമേയമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നു.
കാണുന്ന നമ്മുടെ അഭിമാനമായ ശ്രീ KC വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എൻ ശക്തൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീ VS ശിവകുമാർ, മുൻ DCC പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ പാലോട് രവി, ശ്രീ മോഹൻകുമാർ, ശ്രീ നെയ്യാറ്റിങ്കര സനൽ, പ്രിയപ്പെട്ട കരകുളം കൃഷ്ണപിള്ള, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, മറ്റു പോഷക ചോർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിൽ കർണാടകത്തിൽ അത് 237 നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുകയാണ്. ഈ മുദ്രാവാക്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിക്കേൾക്കുന്ന ലെ തിരഞ്ഞെടുപ്പ് നാനൂറ് സീറ്റുകളിലധികം നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അവരുടെ പോയി. ആദ്യത്തെ 6 റൗണ്ട് വാരാണസിയിൽ പറയായിരുന്നു. ആദ്യത്തെ 6 റൗണ്ടുകൾ എണ്ണിയപ്പോൾ നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന കാഴ്ച, ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിൽ പോകുന്ന കാഴ്ച കണ്ടത് ഇവരേറ്റവും കൂടുതൽ കുട്ടിഘോഷിക്കപ്പെടുന്ന വർഗീയതയെ ആക്ഷേപിക്കുന്ന വർഗീയത ആരോപിക്കപ്പെടുന്ന ഇവർക്കെതിരായിട്ടുള്ള ആ മേഖലകളിൽ തന്നെയാണ് അവർക്ക് വോട്ട് കുറഞ്ഞത്. ബാംഗ്ലൂർ സെൻട്രൽ ഒരു സീറ്റായിരുന്നു. നമ്മുടെ കേരളത്തിലെ ചുമതലയുള്ള സെക്രട്ടറി മൻസൂർ അലി ഖാനാണ് മത്സരിക്കുന്നത്. മൻസൂർ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം അത് കോൺഗ്രസ് പക്ഷെ മൻസൂർ തോറ്റു 33,000 വോട്ടുകൾക്ക്. 7 അസംബ്ലി മണ്ഡലമാണ് അവിടെ ഉള്ളത്. 7 അസംബ്ലി മണ്ഡലത്തിൽ 33,000 വോട്ടിന് മൻസൂർ തോൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ നാളുകളായി എല്ലാവരും പരിഹസിച്ചു. എന്തിന് കോൺഗ്രസിനകത്ത് പോലും അദ്ദേഹത്തെ പരിഹസിച്ചവരുണ്ട് ഇത് പറയുമ്പോൾ. ഞാനിപ്പോഴും വേദനയോട് ഓർമ്മിക്കുന്ന കാര്യമാണത്. പക്ഷെ അദ്ദേഹം ഉറച്ച തീരുമാനമായിട്ട് നിന്നു. തെളിവുകൾ ഒരു മോഡൽ പരീക്ഷണം നടത്തണം. അങ്ങനെ കഴിഞ്ഞ 6 മാസക്കാലത്തോളമായി, 4 മാസം കണ്ടിന്യൂസ് ആയി 6 മാസത്തോളമായി നമുക്കറിയാം ഒരു നിയോജക മണ്ഡലത്തിൽ 220-ഉം 230-ഉം ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലെ വോട്ടർ പട്ടികയെല്ലാം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ
അത് ഡിജിറ്റൽ പട്ടികയാണെങ്കിൽ 30 സെക്കൻഡ് മതി. അപ്പൊ 30 സെക്കൻഡകം വരും. പക്ഷെ ഇത് പേപ്പറിലൂടെ നോക്കണമെങ്കിൽ കഠിനാധ്വാനം വേണം. അങ്ങനെ 4 മാസക്കാലം നിരന്തരമായി അധ്വാനിച്ചിട്ടാണ് ഒരു മാസമായി ഞങ്ങളുടെ കയ്യിൽ ആ ലിസ്റ്റുണ്ട്, വിവരങ്ങളുണ്ട്. അത് വീണ്ടും നമ്മൾ സംരക്ഷിക്കുക ചെയ്തു. ഈ പറയുന്ന വീടുകളെല്ലാം നേരിട്ട് പോയി പരിശോധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പ്രദേശത്തെ BLA-മാരായിരുന്ന നമ്മുടെ ഏജന്റുമാരുമായി ചർച്ച നടത്തി. അങ്ങനെ പല ചർച്ചയും നടത്തി അവസാനം കൃത്യമായും കൺവിൻസ് ആയതുകൊണ്ടാണ് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞതല്ല. ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾ, അഭിപ്രായ സർവേകൾ എല്ലാം കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ തോറ്റു. അന്വേഷിക്കണം. അപ്പൊ ആ രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കൊടുത്തത് പറയാൻ തയ്യാറുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനോട്. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു. 6 മണിക്കൂർ കൊണ്ട് 5 ലക്ഷം പേരാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ 6 മണിക്കൂർ കൊണ്ട് 5 ലക്ഷം പേരാണ് അദ്ദേഹത്തോട് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒരു തരംഗമായി മാറി. അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളുകളെല്ലാം, ഇന്നലെ വരെ എതിർത്തിരുന്നവർ പോലും പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്, കഴമുണ്ട്, പരിശോധിക്കപ്പെടണം. നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന, ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളെ അതിലംഘിക്കുന്ന ഈ മൗലികമായ വോട്ട് ചോർച്ച, വോട്ട് കൊള്ള അന്വേഷിക്കപ്പെടണം. പാർലമെന്റിൽ ഞങ്ങൾ ഈ 15 ദിവസമായിട്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊന്ന് ചർച്ച ചെയ്യണം. ഇപ്പൊ കല്ലി പോലൊന്ന് വിളിച്ചുകൊടുകയാണ്. മഹാതാവുപുരയിൽ ഞങ്ങൾ വെറുതെ വിടാനൊന്നും പോലില്ല, ഒരു സംശയം വേണ്ട. ആ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പിടിച്ച് കെട്ടി അവരോട് ചോദ്യം ചോദിച്ചിരിക്കും. അവരെ സംരക്ഷിക്കാൻ ആർക്കും കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഏത് റൗണ്ടിൽ തോറ്റ സ്ഥാനാർത്ഥി മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷനിൽ ആകെ ഒരു മറുപടി അവർ പറഞ്ഞത് ശകുൻ റാണി വോട്ട് പുതിയ വോട്ടർമാർ ചേർക്കേണ്ട ഫോം 6-ൽ 72 വയസ്സുള്ള ശകുൻ റാണിയായിട്ട് ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ോളം വോട്ടുകൾക്ക് വീടിന്റെ മേൽവിലാസം നിങ്ങൾ അറിയോ? 0. വീട്ടുപേര് ചോദിച്ചപ്പോൾ 0. അച്ഛന്റെ പേര് PQRSY അല്ലെങ്കിൽ XYZW അച്ഛന്റെ പേര്. ഇതെല്ലാം ഞാൻ അഭിനന്ദിക്കുന്ന മാധ്യമങ്ങളെ. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ പോലും പോയിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ കർണാടകത്തിൽ പോയി ഇത് വെരിഫൈ ചെയ്യുന്നുണ്ട്, ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്ന അക്കാര്യത്തിൽ. ഇതുപോലെ കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ഇലക്ഷൻ
ഇലക്ട്രൽ ഓഫീസർമാരെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ രാജ്യത്ത് എവിടെ വോട്ട് കൊള്ള നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിങ്ങളുടെ സാക്ഷാൽ പ്രധാനമന്ത്രിക്കും നിങ്ങളുടെ ഭരണകൂടത്തിനും സിസ്റ്റത്തിനുമാണ്. പിന്നെ ഇന്ന് നമ്മൾ ഒന്നിനോട് ഏഷ്യാനെറ്റിൽ വിളിച്ചാലും ഞാൻ കാണുകയുണ്ടായി. മലപ്പുറത്ത് 3 വോട്ട് ചെയ്തു സ്ത്രീ എന്നാ പറയും. മലപ്പുറത്തെ സ്ത്രീ മൈമൂന, അതെ, 3 വോട്ട് ചെയ്തു. മൈമൂനമാർ 3 ഉണ്ട്. 3 ബൂത്തിലായി 3 മൈമൂനയുണ്ട്. അവർ വോട്ട് ചെയ്തു. പിന്നെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ചേമേരിക്കുന്ന്, അത് പ്രദേശത്തിന്റെ പേരാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഗ്രാമങ്ങൾക്ക് പേരുണ്ടാവും. ആ വില്ലേജിൽ 4000 വോട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കാണ് ഒരു വീട്ടിൽ മുസ്ലിമും ഹിന്ദുവിനും വോട്ടുണ്ട്. ഈ വില്ലേജിലെ വോട്ട് കണക്കി കേൾക്കാനാണ് അദ്ദേഹത്തിന്. സംസ്ഥാന പ്രസിഡന്റിന് അല്പസ്വല്പേ മലയാളം അറിയുള്ളൂ. ഈ നാട്ടത്ര പരിചയമൊന്നുമില്ല. പക്ഷെ അറിയുന്ന BJP-ക്കാർ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് ഏതല്ലാതെ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ കേരളത്തിലെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ സോണിയാഗാന്ധിയുടെ വോട്ടാണ് 80-ൽ 45 കൊല്ലം മുമ്പ്. സുഹൃത്തെ, മോഷണം നടത്തി പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ കോടതി ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പരാതിക്കാരന്റെ മേൽ കുറ്റം ചുമത്തുന്ന, ആരോപണം ചുമത്തുന്ന കള്ളന്മാരുടെ അവസ്ഥയിലോട്ട് BJP-യുടെ നേതാക്കൾ പോകുന്ന സാഹചര്യമല്ലേ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവസാനം കഞ്ചാവിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ എന്നോട് പോകാൻ പാർട്ടി ആവശ്യപ്പെട്ട് അതിനകത്തെ ഒഫീഷ്യൽ സിഗ്നേറ്ററി നമുക്ക് വേണ്ടി വാദിച്ചത്. നമ്മൾ രാഹുൽ ഗാന്ധി ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സാധ്യമല്ല. അപ്പൊ ഇലക്ട്രോണിക് വോട്ടേഴ്സ് തരുത്തേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാകണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. 2 SIR-ൽ അത് ബീഹാറിലേക്കുള്ളതാണ്. ഇപ്പൊ തൽക്കാലം ഇവിടെയൊക്കെ വരുമോ? ആധാറാണല്ലോ അടിസ്ഥാനപരമായ കാര്യം. തെളിവേയല്ല വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ. ആധാർ ഒരു തെളിവാക്കി മാറ്റണം, ഒരു രേഖയാക്കി മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആധാർ കൂടി ഒരു തെളിവ് രേഖയാക്കി മാറ്റാൻ തയ്യാറാകണം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ബീഹാറിൽ 65 ലക്ഷത്തോളം വോട്ടർമാരെ തള്ളിക്കളഞ്ഞു എന്നവർ പറഞ്ഞു. ഈ 65 ലക്ഷം വോട്ടർമാരെ തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ട് തള്ളി എന്നതിന് കാരണം കൃത്യമായിട്ടും ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി ഇത് 3ഉം ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ നടന്ന ഈ പോരാട്ടത്തിലെ നിർണായകമായ വിജയമായിട്ട് ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാണുകയാണ്. ഇക്കാര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലെ ആദ്യ വിജയമാണ് ഇന്ന് സുപ്രീം കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ അവിടെ തീർന്നിട്ടില്ല, ഇനിയും കഴിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു പഴയ ഓഫീസറാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ അധികാരി. വ്യക്തിപരമായി ഞങ്ങൾക്ക് ആരോടും ആക്ഷേപമൊന്നുമില്ല. പക്ഷേ BJP-യുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നാൽ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആ പണി നടപ്പില്ല എന്ന് പറയാൻ ആർജവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, നീതിപൂർവമായ ഇലക്ഷൻ. അതിന് വേണമെങ്കിൽ ആദ്യത്തെ പടി
വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് അത് കിട്ടുന്നത് വരെയുള്ള ഈ പോരാട്ടം തുടരും. രാഹുൽ ഗാന്ധി 17-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ബീഹാറിലാണ്. ഇനി അംഗം ബീഹാറിലോട്ട് മാറ്റുകയാണ്. ബീഹാറിന്റെ തെരുവിൽ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത്. അത് ഞങ്ങൾക്കറിയാം കുറെ നാളുകളായിട്ട്. സോഷ്യൽ മീഡിയ, BJPയുടെ സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ട്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേര് അകത്തുണ്ട്. അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ആ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരാൾക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു നോക്കിയിട്ടുണ്ട്, സൂക്ഷിക്കണം. പക്ഷേ ഒരാൾക്കും അത് രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്നുള്ള കാര്യം ഈ നാട് വിളിച്ചു പറയും. അവിടെ ബീഹാറിന്റെ തെരുവുകളിലാണ് ഞങ്ങൾ സസാറാം മുതൽ പാറ്റ്ന വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായ ചമ്പാരൻ ഭൂമിയിലൂടെ ഒരു 2ാം സ്വാതന്ത്ര്യ സമരവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. ഈ നാട്ടിലെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഒരു മുഖം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം, ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ശേഷം 3ാമതൊരു യാത്ര ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങള് ന്യായമായ ആവശ്യങ്ങളെ വെക്കുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ന്യായമായ കാര്യങ്ങൾ തന്ന് തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ്, അല്ലാതെ കള്ളത്തരം കാണിച്ചിട്ടല്ല എന്ന് മിസ്റ്റർ നരേന്ദ്രമോദിയും മിസ്റ്റർ അമിത്ഷായും മനസ്സിലാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് സംശയമില്ല. അതിനാണ് ഇന്ന് ഇന്ത്യയിലുടനീളം ഈ ഒരു യാത്ര നടത്തിയത്. നൈറ്റ് മാർച്ച്, നമ്മൾ പറഞ്ഞത് നൈറ്റ് മാർച്ച്. ഇനി നിവാസ മനുഷ്യർക്ക് അറിയാം, 22 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ വോട്ട് ചോർ ബന്ദി ചോർ ഈ ഒറ്റ മുദ്രാവാക്യം ഇതിനകത്ത്, ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ഒരു റാലി നടക്കും. അത് കഴിഞ്ഞ് 5 കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം ഈ രാജ്യത്ത് ഇലക്ഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 5 കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ വേണ്ടിയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിനാണ് സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ എല്ലാ നേതാക്കന്മാരും അവരവരുടെ വാർഡുകളിൽ, വീടുകളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് പറയണം. ഇപ്പൊ പലർക്കും ഇത് പൂർണ്ണമായിട്ടും അറിയില്ല, എല്ലാവർക്കും അറിയില്ല എന്താ നടക്കുന്നത്. ഇത് ആദ്യപടിയാണ് വോട്ട് ചോർച്ച. ഇത് പാവങ്ങളെയാണ് ബാധിക്കുക. ഒരു പണക്കാരന്റെയും വോട്ടില്ലാതാവില്ല, ഒരു ധനാഢ്യന്റെയും വോട്ടില്ലാതാവില്ല. അടിസ്ഥാനപരമായി താഴെത്തോട്ട് നിൽക്കുന്ന പാവപ്പെട്ടവന്റെ വോട്ടാണ് പോവുക. ഈ വോട്ട്, ഈ ഐഡന്റിറ്റി കാർഡ് പല ആനുകൂല്യങ്ങൾക്കും ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പ്. പോരാട്ടത്തിൽ വിജയം വരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടും. ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി, ഇന്ത്യയിൽ ആകെയുള്ള ഈ പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ പേരെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ, കേരളത്തിന്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, മാഡം പ്ലീസ്. AICC General Secretary K.C. Venugopal ji, DCC President Shaktan ji, former KPCC President Muralidharan ji, M.M. Hassan ji, our MLA, all the office bearers of District Committee Trivandrum, and also my friends who have come here Gopalji have detailed, he has spoken in detail why this
happened and why we are going for Vote Chor, Gaddi Chor. Why we are going this? Here, Murli Dharanji he is sitting here. He fought in last Trishur election. But I am sure Congress party will prove that vote chori has done in Trishur seat. And we will prove it. Like Mansoor Ali Khan, who is also IICC secretary looking after Kerala, he is working with me. How extensively 30 people in the survey team, they have done the survey and they have pointed out one by one every voter that how that vote chori has done. So today here we are all workers. We are all in the family. We should get together to find out no vote chori should happen in Kerala in the next election. This is our primary work to do. The way they do it, the way they have done it, we will explain, we will do workshops in every places and we will let people know how the vote chori has done. Now a poor people, if his or her name is deleted from the voter list, he or she will not get any benefit in the panchayat or in the municipality. We have to make people understand that how important is this. And when Rahul Gandhi has exposed this, BJP has no answer. Election Commission has no answer. Why are we in the street? Why people are with us? Every social media people are supporting us and Rahul Gandhi ji. Why? Because they know this is an attack on the Constitution of India. This is an attack, not only repeatedly BJP party is attacking the Constitution of India. So it is, as congressman, congresswoman, it is our primary duty to secure and save Constitution of India. And that is why we are in the street. And I know in every district of India we are doing this Freedom Night March today. And in coming days we will do big rally and make people understand how this vote chori has done. And this is our slogan, Vote Chor, Gaddi Chor, Vote Chor, Vote Chor. Thank you so much. Jai Hind. മുൻ KPCC പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ. യോഗം ഉദ്ഘാടനം ചെയ്ത AICC സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ശ്രീമതി ദീപാദാസ് മുൻഷി, ശ്രീ ശക്തൻ, ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കളെ, സ്ഥാനപ്രവർത്തകർ, ദീർഘമായി പ്രസംഗിക്കുന്നില്ല, വളരെ വിശദമായി ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ വേണുഗോപാൽ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ രണ്ട് കാര്യം പറയാനുള്ളത്. രണ്ട് മൗനി ബാബമാരെ കുറിച്ച് പറയാം. ഒന്ന്, 300 MP-മാരെ സ്വന്തം പാർട്ടിക്കാരായ ജോൺ ബ്രിട്ടാസിനെയും റഹീമിനെയും കെ രാധാകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇപ്പോഴും വായ തുറക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഒന്നാമത്തെ മൗനിക. ഇത്രയൊക്കെ ഇലക്ഷനിൽ ആരോപണം ഉണ്ടായിട്ടും സിനിമയിൽ മാത്രം പഞ്ച് ഡയലോഗ് അടിക്കുകയും ഇപ്പൊ വായ തുറക്കാതിരിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി. ഈ രണ്ട് മൗനിഭാവന്മാരുടെ വായ എന്നാണ് തുറക്കുക എന്ന് നമ്മൾ നോക്കുക. അതില് സുരേഷ് ഗോപിയുടെ കാര്യം, അതിൽ തുടർച്ചയായിട്ട് 2021 അസംബ്ലി വരെ വോട്ട് ചെയ്തത് ശാസ്തമംഗലത്തെ NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ. അദ്ദേഹം എങ്ങനെ 2024 തൃശ്ശൂരത്തെ വാടക വീട്ടിൽ എങ്ങനെ എത്തി? അദ്ദേഹം ഭാര്യയും മക്കളും മാത്രമല്ല, ഇപ്പോഴും ശാസ്തമംഗലത്ത് വോട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രൈവർ, ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ നടന്നു.
അപ്പൊ ഇങ്ങനെ ഇപ്പൊ മാത്രമല്ല അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഈ സുരേഷ് ഗോപി കുടുംബത്തിന്റെ വോട്ട് ശാസ്ത്രമണ്ഡലത്തിൽ. അപ്പൊ നടന്നു പോകില്ല, വളരെ നടന്ന് പെടുക്കുകയാണ് കിട്ടുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി, മൂപ്പർക്ക് ഇരവിപുരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും വോട്ടുണ്ടായി. പക്ഷെ ഇവിടെ കാണുന്ന ഒരു ക്രിമിനൽ കുറ്റമുണ്ട്. രണ്ടിടത്തും 2 ഐഡന്റിറ്റി കാർഡ്. ഒരു വോട്ടർക്ക് ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റി കാർഡ് പാടില്ല. അത് നമ്മുടെ നാടോടി കാറ്റില് ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ട്. ആൾമാറണം നടത്താൻ വന്ന മോഹൻലാലിന്റെ കറുത്ത കണ്ണടാണ്. ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്താ കറുത്ത കണ്ണടാണ്? കണ്ണീര് പഴുത്തിരിക്കുകയാണ്. ഇന്നലെ കുഴപ്പമില്ലല്ലോ, അതിപ്പോ ഒന്ന് ചീഞ്ഞ് മാറിയാണ്, അതുകൊണ്ട് കണ്ണട വെച്ചു. ശ്രീനിവാസനോട് ചോദിച്ചു, ശ്രീനിവാസൻ പറഞ്ഞു താടി. ഇന്നലെ താടിയില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് താടി വളരും. അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരേ വരുത്ത താടിയുള്ള ഫോട്ടോ. തൃശ്ശൂര് ചെന്നപ്പോ ക്ലീൻ ഷേവ്. ഇതാണ് കള്ള വോട്ടിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. വേറെ എവിടെയും പോകാനില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ധർമ്മസമരം നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഒറ്റയ്ക്കല്ല, ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നൈറ്റ് മാർച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ പഴയ സുരേന്ദ്രൻ അത് നമ്മളോടൊക്കെ പറഞ്ഞത് പോയി തൂങ്ങിച്ചാവാനാണ്. സുരേന്ദ്രൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ രാജീവ് ചന്ദ്രശേഖർ 1 കൊല്ലം കൂടെ ഇവിടെ പ്രസിഡന്റായി നിങ്ങളുടെ പാർട്ടിയിലിരുന്നാൽ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തൂങ്ങിച്ചാവേണ്ടിയത്. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ഏതായാലും ഈ യാത വിജയിപ്പിച്ച എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ ആശംസ. മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, ശ്രീ മുരളീധരൻ, ശ്രീ വിൻസെന്റ്, മറ്റു നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മണി 9:30ആയി. 1947 അർദ്ധരാത്രി 12 മണിക്കാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് നമ്മൾ വിളിക്കുന്നത്. 2.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം നമുക്ക് ആഘോഷിക്കാം. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങളിലും, പ്രത്യേകിച്ച് 2014 ശേഷം നമ്മൾ പറയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് നമുക്ക് നേടിത്തന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഏറ്റവും വലിയ മഹത്തായ തത്വങ്ങൾ നമുക്ക് നേടിത്തന്നത് രാജ്യത്തെ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ. ആ ജനാധിപത്യവും മതേതരത്വവും അതിന്റെ ഏറ്റവും വലിയ അതിരൂക്ഷമായ വെല്ലുവിളികളെ നേരിട്ടപ്പോഴാണ് ഇവിടെ ശ്രീ വേണുഗോപാൽ പറഞ്ഞു, രാഹുൽജി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി യോജിപ്പിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്രയുമായി രംഗത്തേക്ക് വന്നു. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്നാൽ ഇത് നമ്മുടെ ജനാധിപത്യ അവകാശം, മൗലിക അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. ഒരാൾക്ക് ഒരു വോട്ട്, അതാണ് ജനാധിപത്യത്തിന്റെ മേന്മ. ആ ഒരാൾക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ രക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി ആരംഭിച്ചത്. ഇത് വാസ്തവത്തിൽ എവിടെ വരെയും പോകുമെന്ന് വേണുഗോപാൽ പറഞ്ഞു. എവിടെ വരെയും രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം പോകുമ്പോൾ അവിടെ വരെ അദ്ദേഹത്തോടൊപ്പം ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഐക്യദാർഢ്യ പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ജനാധിപത്യത്തെ രക്ഷിക്കാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലെല്ലാം ഒരു കാര്യം വ്യക്തമായി, ഈ വോട്ട് ചോർച്ച യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ്. ഇംഗ്ലീഷ് പത്രങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. വോട്ട് തെറ്റല്ല, വോട്ട് കവർച്ച.
ഈ ചോർച്ചയ്ക്കെതിരെ ശബ്ദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കമ്മീഷനും BJP എടുത്ത സമീപനം എന്താ? അത് ഇവിടെ നേരത്തെ വേണുഗോപാൽ പറഞ്ഞു. ശകുൻ കുമാരി എന്നൊരു സ്ത്രീയുടെ പരാതിയെ തുടർന്ന് അവരുടെ മൊഴി എടുത്തുകൊണ്ട് ആ മൊഴി അവരുടെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ പരാതിക്ക് വിശദീകരണം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധി തെളിവുകളോടുകൂടി പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അഫിഡവിറ്റ് തരണം, സത്യവാങ്മൂലം തരണം. ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റ് അംഗം, അദ്ദേഹം പറയുന്നതിനെ സത്യവാങ്മൂലത്തിൽ കൂടി മാത്രമേ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാനാവൂ. എന്നാൽ ശകുൻകുമാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിശദീകരണം ചോദിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഇലക്ഷൻ കമ്മീഷനിലുണ്ടായ നിയമ ഭേദഗതിയിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെയാണ് കടന്നു വന്നത്? ശ്രീ വേണുഗോപാൽ പറഞ്ഞു, കേരളത്തിൽ IAS ഓഫീസറായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി മോദിയും അമിത്ഷായും കൂടി ഉണ്ടാക്കിയ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഈ വോട്ട് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്, ഈ വോട്ട് കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും ലഭിച്ചത്. ആ ഇലക്ഷൻ കമ്മീഷനെ വാസ്തവത്തിൽ ഇവിടെ വച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. കാരണം അതോടുകൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവക്കുഴി തോണ്ടുന്ന ഈ ഇലക്ഷൻ കമ്മീഷനെ, എല്ലാ അർത്ഥത്തിലും ആ ഇലക്ഷൻ കമ്മീഷനെ ജനങ്ങൾ അവരുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അവർക്ക് ആ കമ്മീഷന് രൂപം നൽകിയ ഈ ഗവൺമെന്റിനായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളുടെ വോട്ട് കൊണ്ടായ പ്രധാനമന്ത്രിയല്ല, ഇത് വ്യാജ പ്രധാനമന്ത്രിയാണ്. വാരണാസിയിൽ തോറ്റ മോഡിയെ വോട്ട് ചോർച്ചയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. മുരളി പറഞ്ഞത് ശരിയാ, ഇത് അന്വേഷിക്കട്ടെ. വോട്ട് തൃശൂരിൽ നടന്ന വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ സുരേഷ് ഗോപി MP അല്ലാതാവും. നമ്മുടെ മുരളീധരനെ അവിടെ MP ആയി പ്രഖ്യാപിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് നമുക്ക് ആവശ്യപ്പെടാം. ഈ സുരേഷ് ഗോപി അദ്ദേഹം സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ മുരളിയുടെ ഭാഷയെ പറഞ്ഞാൽ പഞ്ച് ഡയലോഗുമായിട്ടാണ് വന്നത്. ഇന്നലെ ഒരു മൗനി ബാബയെ പോലെ മിണ്ടുന്നില്ല. ചാനലുകളുടെ മുമ്പിൽ അദ്ദേഹം നിശബ്ദനായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കാണിക്കുമെന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ? ഉത്തരമില്ല. പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആരാണ് പ്രതികരിച്ചത്? ഇന്നലെ BJPയുടെ വക്താവ് പ്രതികരിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, ശരിയാ, ഇവിടെ അമേഠിയിലും വയനാട്ടിലും വോട്ട് കൊള്ള നടന്നിട്ടുള്ള എങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനല്ലേ? ഈ വോട്ടർ പട്ടിക റദ്ദാക്കി പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഗവൺമെന്റിന് ഉത്തരവ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് രാഹുൽജി ചോദിച്ചു. ഉത്തരവില്ലല്ലോ. കഴിഞ്ഞ ദിവസം രാഹുൽജി ചായ കുടിച്ചു. നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? വോട്ടർ പട്ടികയിലെ പരേതന്മാരോടൊപ്പമാണ് ചായ കുടിച്ചത്. പരേതന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹം അവരുമായി ചായ കുടിക്കുന്ന ചിത്രം. ഇപ്പോ മരിച്ചുപോയ എത്ര ആളുകളാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇനി കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പണ്ട് ആദ്യം കേരളത്തിൽ നമ്മൾ കണ്ടത് കണ്ണൂര് AKG ആശുപത്രി തെരഞ്ഞെടുപ്പിലാണ് പരേതന്മാർ വോട്ട് ചെയ്യാൻ വന്നത്. അതുപോലെ ഇപ്പോ ബീഹാറിലെ അല്ലെങ്കിൽ UPയിലെ പരേതന്മാർ അവർ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനെന്നല്ല, ജനശക്തി കൊണ്ട് ചവിട്ടി പുറത്താക്കാനുള്ള ഒരു ജനാധിപത്യ പോരാട്ടമാണിത്. ആ പോരാട്ടം രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ആ പോരാട്ടത്തിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഇന്ത്യ സഖ്യത്തിലും അടിയുറച്ചു നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അഡ്വക്കേറ്റ് വിൻസെന്റ് MLA. മൂന്ന് ദിവസത്തിനുള്ളിൽ
ഈ വോട്ട് കൊള്ളയ്ക്കെതിരായി 2 വലിയ പ്രകടനങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരത്ത് നടന്നത്. ഇന്ന് നടന്ന ഈ നൈറ്റ് മാർച്ച് സമാനതകളില്ലാത്ത ഒരു മാർച്ചാണ്. കേവലം 24 മണിക്കൂർ കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ നൈറ്റ് മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തതെങ്കിൽ ഇത് ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള എന്ന പ്രശ്നം ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും വരും നാളുകളിലും കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് ഈ വോട്ട് ചോർച്ചയ്ക്കെതിരായി മുന്നോട്ട് നീങ്ങണം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ CPM-കാരും ഇതിൽ നിന്ന് വ്യത്യാസമൊന്നുമല്ല. എനിക്ക് CPM-കാരിൽ നിന്നാണോ BJP പഠിച്ചത്, BJP നിന്നാണോ CPM-കാര് കള്ളവോട്ട് ചേർക്കാൻ പഠിച്ചതെന്ന് മാത്രമേ സംശയമുള്ളൂ. MM ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. കേവലം 12 വോട്ടുകൾ മാത്രമാണ് അന്ന് CPM-നുണ്ടായിരുന്നത്. രാവിലെ വോട്ട് ചെയ്യാൻ പോയപ്പോ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ അവിടെ നമ്മുടെ ഏജന്റായി പോളിംഗ് ഏജന്റായി ഇരുന്നയാള് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ ഭാര്യയല്ല. അപ്പൊ അവര് പറയാണ് ഞാൻ തന്നെ തന്റെ ഭാര്യ. ഇതാണ് ഇവിടുത്തെ കള്ള വോട്ട് ചെയ്യുന്നതിനും കള്ള വോട്ട് ചേർക്കുന്നതിനുമുള്ള CPM-ന്റെ നടപടി. ഇത് തന്നെയാണ് കേന്ദ്രത്തിലും സ്വീകരിക്കുന്നത്. ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അത് അടിവരയിട്ടുകൊണ്ട് BJP കുറെ മണ്ഡലങ്ങളിൽ കൂടി കള്ളവോട്ട് ചെയ്യുമെന്ന് പറയാൻ. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആദ്യമായി BJP-യും കൂടി സമ്മതിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ കള്ളക്കളി നടത്തി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ വാദം BJP-യും കൂടി അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയാൽ പാർലമെന്റിനകത്തിരിക്കുന്ന പലരും പുറത്തു പോകേണ്ടി വരും എന്നതാണ് ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. രാത്രി എന്നില്ല പകലെന്നില്ല. ഈ പോരാട്ടത്തിന്റെ നാളുകളിൽ അണിചേരാൻ നിങ്ങൾ എല്ലാവരും വന്നതിൽ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, വേദിയിൽ ഇനി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള ശ്രീ KP ശ്രീകുമാറുണ്ട്, മുൻ മന്ത്രി VS ശിവകുമാറുണ്ട്, KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ, അഡ്വക്കേറ്റ് സുബോധ്, നമ്മുടെ ജനറൽ സെക്രട്ടറി GS ബാബു, UDF ചെയർമാൻ PK വേണുഗോപാൽ, മുൻ MLA ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങി നിരവധി നേതാക്കന്മാരുണ്ട്. അവരാരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യോഗം അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിന് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കുന്നില്ല. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇത്രയും ഭംഗിയായി പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്ത